അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഞായറാഴ്ചയാണ്. ഷമ്മാസിനോട് ഉമ്മ പറഞ്ഞു പള്ളിയിൽ നിന്ന് വന്നപ്പോൾ, മോനെ ഇന്ന് മോൻക്ക് ഷോപ്പുണ്ടോ? ഉമ്മ, ഞായറാഴ്ചയും ഒഴിവില്ല, കാരണം അത്രയ്ക്ക് തിരക്കല്ലേ. പക്ഷേ മോനെ, മോൻക്ക് പോകൽ നിർബന്ധമാണോ? ഉമ്മ, എന്തേ? അല്ലേ, നമ്മളെ തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് പോയിട്ടേ ഒന്ന് റെഡിയാക്കാനായിരുന്നു. ഉമ്മ, അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. പണിക്കാരെ കിട്ടാനില്ല ഉമ്മ. ഞാൻ ഇനിയിപ്പോൾ ഇക്കാക്കന്മാരോടൊന്ന് പറഞ്ഞു നോക്ക്, അവരുടെ കെയർ ഓഫിലെങ്ങാനും പണിക്കാരെ കിട്ടാനുണ്ടെങ്കിൽ സുഖമല്ലേ. ഞാൻ ഒരുപാട് ആളുകളടുത്തൊക്കെ അന്വേഷിച്ചു, എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും, പിന്നെ കാട് വെട്ടാനൊന്നും പഴയ പോലെ ആളുകളൊന്നും കിട്ടുന്നില്ല. മോനെ, എന്നാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാവരുടെ റബ്ബറും വെട്ടുന്ന കാലമായി തുടങ്ങി. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് ആകുമ്പോൾ നല്ല പാല് കിട്ടുന്ന സമയമാണ്. നമ്മളിപ്പോൾ എത്ര ഇത് വെട്ടിയിട്ട് ഉപ്പ പോയതിൻ്റെ ശേഷം ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആകെ കാട് മൂടിയൊക്കെ കിടക്കുകയാണ്. പറ്റുകയാണെങ്കിൽ എൻ്റെ കുട്ടി, ഉമ്മ, അതിനിപ്പോൾ ഞാൻ ആരോടെ പറയാൻ എനിക്ക് പിടുത്തല്ലേ. ഞാൻ അറിയണ രണ്ടാൾക്കാരോട് പറഞ്ഞപ്പോൾ ഞങ്ങളത് നിർത്തിയപ്പോൾ വേറെ പണിക്ക് പോക്കാണെന്ന് പറഞ്ഞു. എപ്പോഴും ഇത് സീസൺ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സീസണിൽ ഇറങ്ങുന്നവരോട് ഇപ്പോഴാണെങ്കിൽ കുറച്ച് തിരക്കുമാണ്. എല്ലാവരും ഈ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയായിട്ടല്ല, ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് മോനെ. കാരണം നമുക്കിപ്പോൾ ഇത് നോക്കിലായിട്ട് പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷേ ഒന്നുമില്ലെങ്കിൽ നമ്മളെപ്പോൾ കുറേ നയിച്ചുണ്ടാക്കിയതല്ലേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനങ്ങോട്ട് ഒരുങ്ങി നന്നാക്കേണ്ടതൊക്കെ. ഉമ്മ, എന്തപ്പോൾ ചെയ്യുക? പണിക്കാരെ കിട്ടാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ കിടക്കുന്നത്. മോനെ, ഫൈസലിനോട് അതിനെക്കുറിച്ച് കുറേ പറഞ്ഞിരുന്നു. ഓനോട് പറഞ്ഞാൽ പിന്നെ ഓൻ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടൂല. ഓന് വേറെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. ഉമ്മ, ഞാൻ ഒന്നും കൂടി വിളിച്ച് നോക്കട്ടെ. വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ വളം ഇടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ റബ്ബർ വെട്ടാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അല്ലുമ്മ, റബ്ബർ വെട്ടാൻ ഇവിടെ ഇപ്പോൾ ആരാ? അത് മോനെ, നമ്മൾ പഴയ ആളെ കൊണ്ട് ഇപ്പോൾ കഴിയുമോ അറിയില്ല. അത് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഏറ്റക്കണം അതും അറിയില്ല. എന്തായാലും റബ്ബർ വെട്ടാനൊക്കെ ചെക്കന്മാരൊക്കെ കിട്ടുമല്ലോ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അല്ലാതെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ടെന്താ, വെറുതെ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയത്. ഇതിമെന്നിപ്പോൾ നമ്മളിപ്പോൾ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പൈസ ഇതിമെന്ന് കിട്ടും. പക്ഷേ ആരും ഇനി മെനക്കെടാഞ്ഞാൽ അതങ്ങനെ വെറുതെ നഷ്ടപ്പെട്ട് പോണേ പോരല്ലേ. ഉമ്മ, എന്നാൽ ഈ തോട്ടൊക്കെ ആർക്കെങ്കിലും നടത്താൻ കൊടുത്തൂടെ? അതായിരിക്കൂലേ അതിനേക്കാളും നല്ലത്. എന്നാൽ പിന്നെ മോനെ, അതിനൊക്കെ ഇപ്പോൾ ആർക്കാടാ ഒഴിവ്? ഇപ്പം എല്ലാവരും വേറെ വല്ല പണിക്കും പോവില്ല, തോട്ടം നോക്കി നടക്കലും അതൊന്നും ഇപ്പോൾ ആരും ചെയ്യൂലല്ലോ. ഉമ്മ, ചെയ്യാനൊന്നുമില്ല, നല്ല ലാഭമുള്ള പരിപാടിയല്ലേ ഓൽക്ക്. നമുക്ക് കുറച്ച് നഷ്ടമായിരിക്കും, കാരണം നമുക്കെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇപ്പോൾ പണി എടുക്കണമില്ല, അതിൻ്റെ ഒരു കുറഞ്ഞ ക്യാഷ് കിട്ടിയാലും എന്നാലും ബാക്കി ഒക്കെ അവരങ്ങോട്ട് ചെയ്ത് പൂർത്തിയാക്കിക്കോളല്ലോ. അല്ലാതെ ഇതിങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ എന്താ. മോനെ, നോക്കട്ടെ, എന്തെങ്കിലും കാടൊക്കെ ഒന്ന് വെട്ടിപ്പിച്ചിട്ടേ നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ തീരുമാനിക്കാം. പിന്നെ ഉമ്മ, കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തായാലും ഫൈസൽക്കയെയും അതുപോലെ നവാസ്കയൊക്കെ വിളിച്ചിട്ട് തന്നെ ചെയ്യിപ്പിക്കണം കേട്ടോ. എന്നോട് മാത്രം ഒരിക്കലും പറയരുതുമ്മ. മോനെ, ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഞാൻ അല്ലമ്മ, എന്നോട് പറയണേനല്ലേ, അവർക്കൊരു പരാതി വരരുതെന്ന് വിചാരിച്ചത്. എൻ്റെ ഉമ്മാനാരും കുറ്റപ്പെടുത്തരുത്, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മോനെ, ഓരോടൊക്കെ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ തിരിഞ്ഞോലും നോക്കൂല. പിന്നെ ഇപ്പം എന്താ, എന്ത് വിചാരിച്ച് കണ്ട പോലെ പിന്നാലെ പോവാ. ഉമ്മ, അതൊക്കെ തിരക്ക് കൊണ്ടായിരിക്കും, അതൊന്നും സാരല്ല. ശരിയാണ് മോനെ, തിരക്ക് ഒഴിഞ്ഞിട്ടൊന്നും ഇതിനൊരുങ്ങലുണ്ടാവില്ല. അപ്പോഴേക്കും അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ആരോ റിങ് ചെയ്യുന്നു. ആരാ മോനെ? ആ, ഹലോ. ആ, ഓക്കെ. എത്ര ആളുണ്ടാവും? 4 പേര്. ഓക്കെ ഓക്കെ. ആ, ശരി. ഉമ്മ, പിന്നെ നാളെ കാട് വെട്ടുന്ന പണിക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 പേരുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക മോനെ, ഫുഡ് എന്തെങ്കിലും അത് എപ്പോഴാണ് വരിക ഒന്ന് പറയാൻ പറ്റുമോ? ഉമ്മ, ഫുഡൊന്നും വേണ്ട, അവർ നേരത്തെ കഴിച്ച് പോകുമെന്നാണ് പറയണത്. 4 പേരുണ്ടല്ലോ, അപ്പോൾ ഈ കണ്ട സ്ഥലമൊക്കെ പെട്ടെന്ന് വെട്ടി കഴിയുമല്ലോ. പിന്നെ അതിന് മാത്രം കാട് എന്ന് പറയാനും അങ്ങനെ ഇല്ലല്ലോ. മോനെ, എന്തായാലും വേണ്ടില്ല. ഇനിയിപ്പോൾ റബ്ബർ വെട്ടുന്ന ആൾക്കെങ്കിലും നടക്കാനൊരു ഗ്യാപ്പ് വേണ്ടേ, അല്ലാതെ ഇപ്പം ഇങ്ങനെ ശരിയാവോ? ആയിക്കോട്ടെ, എന്നാലും സമാധാനമായി. മറ്റേത്
ഉപ്പ ഞമ്മക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. പക്ഷേ നമ്മളാരും പിന്നെ ശ്രദ്ധിക്കണില്ല, അയിമക്കാണ് തിരിയണില്ല വെച്ചാൽ അത് ഉപ്പാനോട് ചെയ്യണ ഒരു അതവുകേടല്ലേ. മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നമ്മളത് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മ, മക്കൾക്കൊന്നും ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് അതാണ്. കാരണം എല്ലാ മക്കൾക്കും ഓരോ ഏർപ്പാടും കാര്യങ്ങളുമാണ്. നവാസ്കാക്കാണെങ്കിൽ സൗദിയിൽ, പിന്നെ ഫൈസൽക്കാക്കാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ഓരോ ബിസിനസ്സും കാര്യങ്ങളും, പെട്രോൾ പമ്പ്, അതങ്ങനെ. എനിക്കാണെങ്കിൽ മൊബൈൽ ഷോപ്പും അതും അങ്ങനെ. അപ്പോൾ മക്കൾക്കൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഉമ്മ, എന്തായാലും നമ്മളെ ഉപ്പ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പോയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ റബ്ബറിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വരുമാനം, ഇനിയിപ്പോൾ മക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ അത് ആ ഒരു വരുമാനം നമുക്ക് പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി അത് ദാനം ചെയ്യാം. ഇഷ്ടം പോലെ എത്രയോ യതീംഖാനകളിലൊക്കെ പഠിക്കുന്ന മാതാപിതാക്കൾ ഉള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് വേണ്ടി, യതീംഖാനയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാൻ്റെ പേരിൽ ഹദിയ ചെയ്യാം. എന്തായാലും നമ്മൾ ഉപ്പ അതൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യല്ലോ ഉമ്മ നല്ലത്. മോനെ, ഈ പറഞ്ഞത് നല്ലൊരു കാര്യമാടാ. അത് വളരെ നല്ലതാണ് നമ്മളെ ഉപ്പാൻ്റെ ഖബറിലേക്ക് എത്താനും. കാരണം അദ്ദേഹം അത്രക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നശിച്ചു പോയാൽ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അതിനേക്കാളും നല്ലത് ആരെങ്കിലൊക്കെ വിളിച്ച് വെട്ടി അതിൽ കിട്ടുന്ന വരുമാനം അത് അദ്ദേഹത്തിന് കൂലി കൊടുക്കലും പിന്നെ അത് ബാക്കിയുള്ളത് പാവപ്പെട്ടവർക്ക് കൊടുക്കലും അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ഉമ്മ, ഒരുപാട് സ്വത്തും മുതലും ഉണ്ടായിട്ടൊന്നൊരു കാര്യമില്ല. നമ്മളെന്തായാലും മരിച്ചു പോകുമ്പോൾ വെറും ആ 3 തുണി കഷ്ണം അത് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില ഒരാൾക്ക് ഉപകാരം ചെയ്യുക, ഒരാൾക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കും അത് എത്തുമല്ലോ. അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കുണ്ട്, അപ്പോൾ ഉള്ളത് നമുക്ക് അങ്ങനെ ദാനം ചെയ്യാം. അതല്ലേ ഏറ്റവും നല്ലത്. ശരിയാണ് മോനെ ഈ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കാനും പറ്റിയില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഉമ്മ, ഇനി അതൊക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. നമ്മളെ ഉപ്പാൻ്റെ ഖബറിലേക്ക് അതിൻ്റെ നന്മകൾ അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ. ഉമ്മ, പാവപ്പെട്ടവർ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയവരായാലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ആ ഒരു നിമിഷം ഉമ്മ തൻ്റെ നുസൈബയെ ഓർത്തു. എന്തൊക്കെ തന്നെയായാലും എന്തിനും യോഗ്യർ അവർ തന്നെയാണ്. പാവപ്പെട്ട സുഖമില്ലാത്ത പിതാവ്, 3 പെൺമക്കൾ, അതിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് ഒഴിവാക്കിയവൾ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നുസൈബയോളം പാവപ്പെട്ടവരുണ്ടാവില്ല. സത്യമായിട്ടും ഉമ്മ, എന്ത് നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഹേയ് ഇല്ല മോനെ, പാവങ്ങളെയൊക്കെ കുറിച്ച് ഓർത്തു പോയതാണ്. നമുക്ക് അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഒരുപാട് തന്നിട്ടുണ്ട് എല്ലാം. പക്ഷേ എന്തോ ഉമ്മ കരയുന്നത്? അല്ലേ, നമുക്ക് പഠിച്ചവനെല്ലാം തന്നിക്കണ്, പക്ഷെ മനസ്സിന് അങ്ങനെ ഒരു സമാധാനം ഇല്ല. പൊതുവെ നമുക്ക് നന്മയായി വന്നവരെല്ലാം വേഗം തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇപ്പം എന്താണ് മോനെ, ഉള്ളതെല്ലാം നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കാം. അല്ലാതെ നമ്മളിതും കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് മരിച്ചു പോകണമല്ലോ. മരിച്ചു പോകുമ്പോഴേ അത് ഒരുപാട് സ്വത്ത് മുതലൊന്നും ആരും കൊണ്ടുപോകില്ല. അത് ശരിയാണ്, നീ മോൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഉള്ളതൊക്കെ ദാനം ചെയ്യാം, കിട്ടുന്നതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാം. അവരത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം അത് എത്രയായിരിക്കും? ഉമ്മ, നമ്മുടെ ഉപ്പാക്ക് ഖബറിൽ എന്ത് ശിക്ഷയുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഇളവ് വരട്ടെ. ഉപ്പയുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഉമ്മ, നമുക്ക് പോയാലോ? മോനെ വാ പോവാം. ഉമ്മ ഒരു നിമിഷം വിചാരിച്ചു, പഠിച്ചോനെ, മോൾക്ക് പൈസ കൊടുത്തയച്ചിട്ട് ഇപ്പോൾ കുറച്ചായി, തീർന്നിട്ടുണ്ടോ ആവോ. എന്തായാലും വിളിച്ചിട്ടും കുറച്ച് ദിവസമായി. ഇനിയിപ്പോൾ തൽക്കാലം മോൾക്കുള്ള പൈസ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. പിന്നെ എനിക്കെൻ്റെ ഷാമോൻ്റെ അടുത്ത് കൊടുത്തേക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ അതെങ്ങാനും ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ അവനെ വെച്ചേക്കില്ല.
അതെനിക്ക് ഉറപ്പുണ്ട്. ഫൈസൽ ഒരിക്കലും അവനെ ജീവിക്കാൻ സമ്മതിക്കൂല. ശരിക്കും അന്ന് തന്നെ ഓളെ ബാപ്പ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പോയി നോക്കിയിട്ടൊക്കെ പറയാൻ ബാക്കിയൊന്നുമില്ല. ഉളുപ്പില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കിയ ആൾക്കാരുടെ അടുത്തേക്ക് പോവാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ. പക്ഷേ ഒരിക്കലും അവൻ ഒഴിവാക്കിയതാണോ അല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് എൻ്റെ നുസൈബ, അതവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവളെ എനിക്കൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. അവനല്ലെങ്കിലും എന്ത് കോന്തനാണ്, എൻ്റെ മോനായിട്ട് പറയല്ല. എനിക്ക് അത്രക്കും സങ്കടങ്ങളാണ് എൻ്റെ മോനെ സമ്മാനിച്ചത്. അത്രക്കും ഇഷ്ടപ്പെട്ട എൻ്റെ മരുമകൾ, എൻ്റെ നുസൈബ മോള്, അവളെ പറഞ്ഞേക്കണ്ട് ഗതി വന്നില്ലേ. അവളുടെ മുമ്പിലേക്കാണ് മറ്റൊരു പെണ്ണിനെ കൈ പിടിച്ച് കൊണ്ടുവന്നത്. പാവം ആ കുട്ടി സഹിച്ചത്ര ആരും സഹിച്ചിട്ടുണ്ടാവില്ല ഈ ദുനിയാവിൽ. അത്രക്കും വേദനയാണ് ആ കുട്ടി സഹിച്ചത്. പക്ഷേ എല്ലാം ക്ഷമിച്ച് സഹിച്ച് എന്നോടൊപ്പം നിൽക്കുകയായിരുന്നു. പാവം വീട്ടിലേക്ക് പോയാലുള്ള സിറ്റുവേഷനും കാര്യങ്ങളും അതായതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല. അന്ന് എൻ്റെ ഷമ്മാസ് പറഞ്ഞിരുന്നു അവരുടെ വീട്ടിലെ ചിലവും കാര്യങ്ങളും എല്ലാം ഏറ്റെടുക്കും എന്ന് ഞാൻ. പക്ഷേ അവരുടെ പിതാവിന് അതിന് സമ്മതമല്ലായിരുന്നു. അവരുടെ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കെൻ്റെ മക്കളെ ഞാൻ നയിച്ചു പോറ്റുന്നതാണ് ഇഷ്ടം. തൽക്കാലം ഇപ്പോൾ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. മോൾക്ക് പഠിക്കാനുള്ളത്, നുസൈബ മോൾക്ക് പഠിക്കാനുള്ളത് മാത്രം ഉമ്മ കൊടുത്തോട്ടെ. അതിനെക്കൊണ്ട് കഴിയൂല. വീട്ടിലെ ചിലവ് റേഷനരി ആയിട്ടും അങ്ങനെ ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടായിട്ടും അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവും. അതുകൊണ്ട് ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഉപ്പ പറഞ്ഞതാണ്. ആ ഉപ്പ അത് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവം കണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടം ക്യാഷൊക്കെ എത്ര കിട്ടിയാലും ആർക്കും മതിയാവില്ല, എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അധ്വാനിച്ച് ഞാൻ ജീവിക്കും, എൻ്റെ മക്കളെ അധ്വാനിച്ച് പോറ്റണം, അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് ഷമ്മാസിൻ്റെ ആ വാക്കുകളൊക്കെ തടയുകയായിരുന്നു. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്, അത് എനിക്കിഷ്ടമല്ലെന്ന്. പിന്നെ എന്ത് ചെയ്യും, അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെ സ്ഥിതി എന്തൊക്കെയാവും ഒന്നും അറിയുന്നില്ല. ഉമ്മയും ഷമ്മാസും തോട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ഉമ്മ, എന്താ ഉമ്മാക്കൊരു മൗനം? പോയപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ, തുരുതുരുതാ സംസാരിച്ചിരുന്നു. എന്തു പറ്റി ഉമ്മ? മോനെ ഒന്നുമില്ലടാ, വാ നമുക്ക് പോകാം. ഉമ്മ, ഇന്ന് ഞാൻ ഷോപ്പിലൊന്നും പോകുന്നില്ലമ്മ, സൺഡേ അല്ലേ. മോനെ ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് കുറേ നേരം ഇവിടെയൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാം. മോൻ്റെ ആ റോസ് ഗാർഡനൊക്കെ ഒന്നുകൂടി സെറ്റാക്കണ്ടേ? മഴ പെയ്തപ്പോൾ അതൊക്കെ എന്തോ കേട് വന്ന പോലെ. ഉമ്മ, ഇൻഷാ അല്ലാ അതിലേക്ക് കുറച്ച് റോസാപ്പൂക്കൾ കൂടി വേണം. അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരണം. മോനെ, അപ്പോൾ ഞായറാഴ്ച ഇന്ന് നഴ്സറിയൊക്കെ ഉണ്ടാവുമെടാ? അത് നമുക്ക് നോക്കാം ഉമ്മ, നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. എൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട പനനീറും അതുപോലെ തന്നെ റോസിൻ്റെ വെറൈറ്റി കളക്ഷൻസും ഒക്കെ ഒരു നല്ലൊരു റോസ് ഗാർഡൻ സെറ്റാക്കണം. അതിൻ്റെ നടുവിലായിക്കൊണ്ട് ഉമ്മ ഏറ്റവും നടുവിലെ ഏത് റോസാപ്പൂവാണ്? മോനെ, നമ്മുടെ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട റോസാപ്പൂവ് എന്ന് പറഞ്ഞ പനനീർ പൂവാണത്രേ. പിന്നെ വീടിൻ്റെ മുന്നിലെ ഒരു റോസാപ്പൂവ് കുഴിച്ചിടുന്നത്, റോസാപ്പൂവിൻ്റെ ഒരു കൊമ്പ് എപ്പോഴും കുഴിച്ചിടുന്നത് ഒരു ബർക്കത്താണത്രേ. അത് ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായിരുന്നു എന്നാണ്. റോസാപ്പൂവ് കുഴിച്ചിടുന്നത് ബർക്കത്താണ്. അത് വളരെയധികം റെഡായിട്ടുള്ള ആ പൂവ് എന്നാണോ അറിയില്ല, പനനീർ പൂവ്. ഉമ്മ, എന്തായാലും വേണ്ടില്ല, നമുക്ക് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു ഗാർഡൻ സെറ്റാക്കണം. അതിലൊരു ഊഞ്ഞാൽ, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു കുളം, ആ കുളത്തിൽ നിറയെ മീനുകൾ. എങ്ങനെയുണ്ട്? അപ്പോൾ എൻ്റെ ഉമ്മ ആ ഒരു ഊഞ്ഞാലയിൽ ഇരുന്നു കൊണ്ട് മെല്ലെ ആടും. ആ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ഊഞ്ഞാലക്ക് അപ്പുറത്തായിട്ട് നമുക്കൊരു വള്ളിക്കുടിൽ പടർത്തണം. ആ വള്ളിക്കുടിലിൽ നിറയെ മുല്ലപ്പൂക്കൾ നമുക്ക് പടർത്തി വിടണം. എന്നിട്ട് ആ ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ശ്വസിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ അവിടെ എങ്ങനെ പ്രകൃതി രമണീയമായ ആ ഒരു സ്ഥലത്ത് ഇരിക്കണം. മോനെ, നീ എന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ
ഞാൻ മാത്രമല്ല, ഇതൊക്കെ ഇവിടെ ഇരിക്കാനും ഊഞ്ഞാലയിലാടാനും റോസാപ്പൂ പറിക്കാനും മുല്ലപ്പൂ പറിക്കാനും എല്ലാത്തിനും എൻ്റെ കുട്ടിക്ക് ഒരാൾ വേണമല്ലോ, അവകാശിയായ ഒരാൾ. അതാണ് വേണ്ടത്. അല്ലാതെ എന്നെ എപ്പോഴും ഇങ്ങനെ നീ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടന്നോ? ഉമ്മ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഒരു ദുനിയാവിലേക്ക് കടക്കാൻ കാരണക്കാരി ആയ എൻ്റെ ഉമ്മ, എൻ്റെ വന്ധ്യപിതാവ് തന്നെ വിട്ടു പോയി. അല്ലാ, എങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയുണ്ടല്ലോ. ഉമ്മയുടെ കാൽപ്പാടിലല്ലേ ഉമ്മ സ്വർഗം. ഷമ്മാസ്, ഉമ്മയുടെ ആ കാലുകളിൽ നോക്ക് ഉമ്മ. നമുക്ക് എൻ്റെ ഉമ്മാൻ്റെ കാലുകൾ എൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഉമ്മയെ ഊഞ്ഞാലാട്ടുട്ടോ. എത്ര രസകരമായിരിക്കും അത്. മോനെ, നീ എന്തൊക്കെയാടേ പറയണത്? അവർ നടന്ന് നടന്ന് അതാ വീടിനടുത്തെത്തി. സിറ്റൗട്ടിലിരുന്ന് ഉമ്മ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. ഉമ്മ, എന്തു പറ്റി? ക്ഷീണിച്ചോ? ഹേയ് ഇല്ല മോനെ, ഇപ്പോഴേ അങ്ങനെ വല്ലാതെ തൊടുകൂടെ നടക്കായിട്ടേ വല്ലാത്തൊരു ക്ഷീണം പോലെ. ഉമ്മൻ്റെ കാല് വേദനിക്കുന്നുണ്ടോ? എവിടെ നോക്കട്ടെ. ഷമ്മാസ് ഉമ്മയുടെ കാല് പതുക്കെ തടവി കൊടുത്തു. ഉമ്മ, തൈലം എന്തെങ്കിലും ഇട്ട് ഒഴിയണോ? ഹേയ് അതൊന്നും വേണ്ട മോനെ. അതേ, ഇപ്പോൾ കുറേ ആയില്ലേ ഇങ്ങനെ അകത്ത് മാത്രമല്ലേ, പുറത്തേക്കൊന്നും വല്ലാതെ ഇറങ്ങണില്ല, തോട്ടക്കത്തേക്കൊന്നും പോകണില്ല, അങ്ങനെയൊക്കെ ആയിട്ടേ. തരുമ്മ, എന്തെങ്കിലും എണ്ണ തരൂ. ആ, ഞാൻ കൊണ്ടുവന്ന ആ ഒരു ജൈത്തൂൻ എണ്ണ ഉണ്ടല്ലോ, അത് ഒന്ന് പുരട്ടിത്തരാം. കാല് നല്ല സോഫ്റ്റ് ആവാനും എല്ലാത്തിനും നല്ലതാണ്. അതൊന്നും വേണ്ട മോനെ, ഈ മോൻ്റെ ഒരു കാര്യം. അതെന്താ ഉമ്മ? ഷമ്മാസദാ ജൈത്തെണ്ണ കൊണ്ടുവന്ന് കയ്യിലൊഴിച്ച് ഉമ്മയുടെ കാലുകളിൽ തടവി കൊടുക്കുന്നു. ഉമ്മയുടെ ആ വിരലുകളെല്ലാം ഷമ്മാസ് ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കുന്നു. മോനെ, എൻ്റെ കുട്ടിൻ്റെ ഒരു കാര്യം. എന്താ ഉമ്മ? ഇതൊക്കെ എനിക്കൊരു ഭാഗ്യമല്ലമ്മ. ഉമ്മാൻ്റെ കാലടിപ്പാടിലല്ലേ എൻ്റെ സ്വർഗം. ഷമ്മാസ് ഉമ്മയുടെ ആ കാലിനടിയിലും വിരലുകളിലും ഒക്കെ അതാ നല്ല രീതിയിൽ ജെയ്ത്തൂൻ ഓയിലിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നു. നല്ല രീതിയിൽ മസാജ് ചെയ്തെടുക്കുന്നു. ഉമ്മക്ക് കാലിനൊന്നും വേദന ഉണ്ടാവാനേ പാടില്ല. എൻ്റെ ഉമ്മാക്ക് ഇനി എൻ്റെ കൂടെ ഒരുപാട് നടക്കാനുള്ളതാണ്. അപ്പോൾ കാലൊക്കെ നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല റെഡിയാക്കി കൊണ്ടുവരണം. അതാണ് വേണ്ടത്. പിന്നെ ഉമ്മ, രാവിലെ ഞാൻ അല്പസമയം നടക്കാൻ പോവാറുണ്ടല്ലോ, അത് ഉമ്മ കാണാറില്ലേ? എന്നാൽ ഇനി മുതൽ എൻ്റെ ഐഷുമ്മയും എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മോനെ? രാവിലെ അടുക്കളപ്പണി കിട്ടുകാണ്ട് ഞാൻ എൻ്റെ കൂടെ നടക്കാനിറങ്ങിയാൽ കുട്ടികളൊക്കെ നീച്ചു വരുമ്പോൾ കരയൂലേ? അവൻ്റെ റബ്ബേ. ഉമ്മാൻ്റെ കുട്ടികളൊക്കെ വലുതായില്ലേ? ഉമ്മാൻ്റെ 4 മക്കളും വലിയ മക്കളായിട്ടുണ്ട്. കരയുന്ന മക്കൾ ആരുമില്ല. പിന്നെ വല്ലപ്പോഴും കരയില്ല ഞാൻ മാത്രം. ഈ ഒന്ന് പോടാ. അല്ലമ്മ, എൻ്റെ ഉമ്മ ഇനി അടുക്കളപ്പടി രാവിലെ അങ്ങനെ ഒരുപാട് സമയം നിന്ന് അടുക്കളയിലിരുന്ന് എത്ര ദോശ ചുടണം, എത്ര പത്തിരി ഉണ്ടാക്കണം, അതൊക്കെ ഉമ്മ ഒറ്റയ്ക്ക് ചെയ്യല്ലേ. അതുകൊണ്ടൊക്കെയാണ് ഉമ്മക്ക് ഇങ്ങനെ കാലുവേദനയൊക്കെ വരുന്നത്. അപ്പോൾ ഉമ്മ ആ സമയത്ത് ഒരു അരമണിക്കൂർ എൻ്റെ കൂടെ നടക്കാൻ വന്നാൽ ഒന്ന് എക്സസൈസ് ആവും ചെയ്യും. ബോഡിയൊക്കെ ഒന്ന് ചൂടായി രക്തോട്ടം കൂടാനും നല്ലൊരു എന്താ പറയുക വേദനകളും ഒക്കെ മാറി നല്ല രീതിയിലുള്ളൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവാനും അത് ഏറ്റവും നല്ലതാണ്. ഉമ്മ, നാളെ നമുക്ക് നടക്കാൻ പോയാലോ? ഉമ്മ എൻ്റെ കൂടെ വരില്ലേ? മോനെ, ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ വേദനയിടാ. പിന്നെ സ്റ്റൂളുമ്മലൊക്കെ ഇരുന്ന് നിസ്കരിച്ചൊക്കെ നോക്കും. പിന്നെ ഞാൻ വിചാരിക്കും, പടച്ചോനെ, നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നിൽക്കാൻ കഴിയുമല്ലോ, അപ്പോൾ പിന്നെ നിന്ന് നിസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. എന്നാലും സുജൂദുക്കും റുക്കൂക്കൊക്കെ പോകുമ്പോഴേ കാലിൻ്റെ മുട്ട് വല്ലാതെ വേദനയൊക്കെ ഉണ്ട്. ഉമ്മ, അതായിക്കോട്ടെ, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിസ്കരിക്കണം എന്നല്ലേ ഉമ്മ. നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിൽക്കുന്നതാണ് നല്ലത്. തീരെ നിൽക്കാൻ കഴിയാത്തവർക്കാണ് ഇരിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റേത് നമ്മൾ ആദ്യമേ നടക്കാനും നിൽക്കാനൊക്കെ കഴിയും, അവരെല്ലാം ചെയ്യും. പക്ഷേ നിസ്കരിക്കുമ്പോൾ മാത്രം ഇരിക്കും. അങ്ങനെയുണ്ട്. അതിനേക്കാളും നല്ലത് നമ്മൾ നിന്ന് നിസ്കരിച്ചാലും ശീലാകുക. ഒരു എക്സസൈസ് കൂടെയാണത്. കണ്ട കാലിൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അത് ശരിക്ക് അതിങ്ങനെ ഡെയിലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആരോഗ്യം കൂടുകയാണ് ചെയ്യുക. മോനെ, ഞാൻ സ്റ്റൂളിൽ ഇരുന്നിട്ടില്ലടാ. 1-2 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ശേഷമേ അങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അത്രയും ആരോഗ്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ള സമയത്ത് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യും.
ഉമ്മാൻ്റെ കാലിനിപ്പോൾ വേദന ഉണ്ടോ? ചെറുതായിട്ട് മോനെ, അതിങ്ങനെ കുറേ നിൽക്കുമ്പോഴൊക്കെ. ആ അങ്ങനെ ഇന്നിപ്പോൾ തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് നടന്നപ്പോഴേ ആ മസിലൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടാവും. അതാണ്. എന്നും രാവിലെ അരമണിക്കൂർ എൻ്റെ ഉമ്മ എൻ്റെ ഒപ്പം ഇനി നടക്കാൻ വരണം. ഉമ്മാൻ്റെ ആരോഗ്യം ഇനി ഉമ്മ കുറച്ച് ശ്രദ്ധിക്കണം. അല്ലാതെ എന്നും ഇത് മക്കൾക്ക് വേണ്ടിയും പേരക്കുട്ടികൾക്ക് വേണ്ടി വെച്ച് വിളമ്പാൻ നിന്നാലേ അതിനെ ഒഴിവുണ്ടാവുള്ളൂ. കുറച്ചൊക്കെ ഉമ്മാൻ്റെ ആരോഗ്യം ഉമ്മ ശ്രദ്ധിക്കണം കേട്ടോ. മോനെ, അതൊക്കെ റിസ്ക് ആണടാ. എന്ത് റിസ്ക് ഉമ്മ? എന്ത് നടക്കുന്നതോ? അല്ല, നടക്കുന്നതല്ലേ. ഇവിടെയൊക്കെ വിട്ടുപണിയൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ നടക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞു. ഉമ്മ എന്നാലും സമയമുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയാൽ പോരെ. ഇവിടുത്തെ എല്ലാവരും എണീക്കൽ എപ്പോഴാണ്? 9, 9:30 ആയി വരുമ്പോഴാണ്. അപ്പോൾ ഓരൊക്കെ നിസ്കരിച്ച് വീണ്ടും കിടക്കും. ഇപ്പം അങ്ങനെ ആയിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ, എന്നാൽ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ. നോക്കട്ടെ മോനെ, ഇൻഷാ അല്ലാ. അപ്പോഴേതാ നവാസിൻ്റെ ഭാര്യയും ഫൈസലിൻ്റെ ഭാര്യയും അതുവഴി വരുന്നു. ഷമ്മാസിൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ട് 2 പേർക്കും നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. നവാസിൻ്റെ ഭാര്യ പെട്ടെന്ന് തന്നെ മുകളിലത്തെ റൂമിലേക്ക് പോയി. കൂടെ ഷാനിയും. കണ്ടില്ലേ, അടുത്ത അടവ് പയറ്റാൻ തുടങ്ങി മോന്. ഈ മക്കൾക്കൊന്നും അതിനുള്ളൊരു ബുദ്ധിയില്ല. ഇവരിങ്ങനെ മന്ദപ്പന്മാരായി നടന്നോട്ടെ. കണ്ടില്ലേ, ഓനിപ്പോൾ ഉമ്മാൻ്റെ കാലിതാ ഓയിലിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ഉമ്മാൻ്റെ പ്രീതി കൊണ്ട് പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ എന്താ, ഉമ്മാൻ്റെ സ്വത്തും കൂടി ഓനക്ക് കിട്ടുമല്ലോ. അതായിരിക്കും പ്ലാനിങ്. അത് മറ്റൊന്നുമല്ല. അവനവൻ്റെ വിചാരിച്ചൊക്കെ നേടിയെടുക്കണം. അതിനുള്ള തന്ത്രപ്പാടാണ്, വേറെ ഒന്നുമല്ല. ഓൻ എന്താ വിളവിനെന്നോ അവൻ കാണുന്ന പോലെ ഒന്നുമില്ല. നവാസ്ക, ഒന്ന് എണീറ്റാണേ. നിങ്ങൾ സുബഹി നിസ്കരിച്ച് പിന്നെയും കിടന്ന് അവിടെ നിങ്ങൾ താഴെ ഒരു പ്രവൃത്തി കാണുന്നുണ്ടോ? എന്താടി? അതേ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചെറിയ അനിയനുണ്ടല്ലോ, ഇന്നിപ്പോൾ ഉമ്മാൻ്റെ കാലുമ്മല എണ്ണയൊക്കെ തേച്ച് ഒഴിഞ്ഞ് മസാജ് ചെയ്ത് എന്താണ് സോപ്പിട്ട് സംസാരിക്കലെന്നോ. അതെ, കുറച്ച് കൂടുതലാണ് അവനക്ക്. നിങ്ങളാരും അങ്ങനത്തെ പൊട്ടത്തിന് നിങ്ങൾ ചെയ്യൂല. പക്ഷേ എന്നാലിതേ ഉമ്മാൻ്റെതൊക്കെ ഓനക്ക് കിട്ടും. നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. നിങ്ങളിങ്ങനെ ഇവിടെ നിന്നോളി. എന്താടി ഈ പറയണത്? അതിനെന്താ, ഓൻ ആദ്യം ഉമ്മാൻ്റെ കാലും കൈയൊക്കെ ഒഴിഞ്ഞു കൊടുക്കണതാണ്. ഉമ്മ ആദ്യം ഓനെ വിളിക്കുള്ളൂ. അത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും ഉമ്മ. അതൊരിപ്പോൾ എന്താ? എന്നാലും ഇപ്പം എന്താ ഇങ്ങനെ ഒരു സ്നേഹം? ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതടി ഉമ്മക്ക് കാലുവേദന അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഹോ, എന്തൊരു ഇത്. അങ്ങനെ നടന്നോളി നിങ്ങൾ. അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഭാഗത്തൊന്നും നിൽക്കൂല. ഞാൻ ഓനോട് എത്രയാണ് പറഞ്ഞേക്കണ് എൻ്റെ ആങ്ങളുടെ കുട്ടീനെ ഒന്ന് കാണാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ. അത് ഓനോട് ഞാൻ പറഞ്ഞിട്ട് പോലും ഓനക്കൊരു മൈൻഡും ഇല്ല. ഇപ്പം ഉമ്മാൻ്റെ കാല് ഒഴിഞ്ഞ് നടക്കുകയാണ്. ഷമ്മാസ് ഉമ്മയുടെ കാല് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മയോട് അത് പറയാണ്. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുബർഗം ഓർത്തോളി, മധുമൊഴിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ. മോനെ, എൻ്റെ കുട്ടി അല്ലാ കുറേ മുമ്പ് കേട്ടതാണ് ഈ ഒരു പാട്ട്. പഠിച്ചവനെ, ശരിക്കും നല്ല രസമാണല്ലോ മോനെ ആ പാട്ട് കേൾക്കാൻ. ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ കാല് ഇവിടെ സ്വർഗ്ഗമല്ല ഉമ്മ. ഇത് കണ്ടില്ലേ ഉമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കെന്നല്ല, ഉമ്മാൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കൊക്കെ സ്വർഗം കിട്ടാൻ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഉള്ളൻ കയ്യിൽ വെച്ചിരിക്കുന്നത് ഉമ്മാൻ്റെ കാൽപാദമാണ്. ഇതെൻ്റെ സ്വർഗമാണ് ഉമ്മ. സത്യമായിട്ടും ഉമ്മ എനിക്കത് തരൂലേ? മോനെ, എന്താടേ ഈ പറയണത്? അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതെ ഉമ്മ, എല്ലാവർക്കും വേണം. എൻ്റെ ഉമ്മയുടെ മുഖത്ത് നിന്നുള്ള ഈ പുഞ്ചിരി ഒരിക്കലും മായാൻ പാടില്ല. അതാണ് എനിക്കിഷ്ടം. ഉമ്മ കൈകാലുകൾ ഒഴിഞ്ഞു കൊടുക്കുന്നത് അതെ ഫൈസലും കണ്ടു. ഇപ്പോൾ അതാണ് പുതിയ അടവ്. അവർക്കെല്ലാം ദേഷ്യവും അസൂയവുമാണ് ഇവനോട്. ഉമ്മ, മോനെ, ഇനി മതിയടാ. എന്നാലേ ഉമ്മക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളം വെച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് അതിലൊന്നിങ്ങനെ ഉപ്പിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടാൽ ബെസ്റ്റ് ആകും. അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ആ ഒരു വെള്ളം ഒരു തുണിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കാലൊക്കെ നന്നായിട്ട് തോത്തി തരാം. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ വീഴും, വഴുക്കി വീഴൂലേ, എണ്ണയല്ലേ. അത് കുറച്ചുകൂടി ഒരു അരമണിക്കൂർ അങ്ങനെ നിന്നോളൂ. അങ്ങനെയാകുമ്പോൾ കാലുവേദനയൊക്കെ പെട്ടെന്ന് റെഡിയാകും. അല്ലാതെ ഇതിപ്പോഴന്നെ അടുക്കളയിൽ പോയിട്ട് തുടങ്ങും പണി എടുക്കൽ. ഉമ്മ,
എൻ്റെ ഉമ്മ ഞാൻ പറയുന്നത് കേൾക്കണം കേട്ടോ. ഉമ്മാൻ്റെ കാല് ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. അപ്പോഴേക്കും ഷാമോന് അതാ ചുടുവെള്ളവുമായി എത്തുന്നു. ഉമ്മ ചൂടാവോ? അവനൊരു തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് നല്ല രീതിയിൽ ഉമ്മയുടെ കാല് അതാ തോർത്തി കൊടുക്കുന്നു. ഉമ്മ എന്ത് ഭംഗിയാണ് ഞങ്ങളെ കാല് കാണാൻ. ഓഹ്, ഈ എണ്ണയൊക്കെ തേച്ച് നല്ല ചുടുവെള്ളം കൊണ്ടൊക്കെ മുക്കി ഒപ്പി എടുത്തപ്പോഴേ നല്ല തിളക്കമുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് ഗ്ലാമർ ഉണ്ടായിരുന്നില്ലേ ഉമ്മാൻ്റെ കാലിന്. മോനെ ഈ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മയുടെ കാല് എൻ്റെ മുഖത്ത് വെക്കാൻ തോന്നുകയാണ്. അതെന്താ മോനെ? അങ്ങനെയൊന്നും ചെയ്യല്ലടാ, കാലല്ലേ. കാലായാലും എന്തമ്മ, സ്വർഗല്ലേ. സ്വർഗം നമ്മളെ കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ് അല്ലേ ഉമ്മ. കൂടെ കൂടെ ഉമ്മ എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ഉമ്മാക്ക് ഓർമ്മ വന്നത് തൻ്റെ നുസൈബയെയാണ്. പാവം എൻ്റെ കുട്ടി എന്നെ ഇതുപോലെ ഒരുപാട് പരിചരിച്ചിട്ടുണ്ട്. ശരിക്കും സുഖമില്ലാത്ത സമയത്തൊക്കെ പാവം എന്നെ എത്രയോ കുളിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നെ തലമുടി തോർത്തി അവൾ വാർന്നു തന്ന് മുടഞ്ഞിട്ട് തരും. ഡ്രസ്സെല്ലാം അലക്കിത്തരും. നേരത്തിന് ഭക്ഷണം, ഗുളിക എല്ലാം കൊണ്ടുവന്ന് തരും. പാവം പഠിച്ചോനെ, ഒരിക്കലും അവളെ ഞാൻ മറന്നിട്ടില്ല. എനിക്കുള്ള മറക്കാൻ കഴിയില്ല. എൻ്റെ പൊന്നു മോളാണ് അവൾ. ഒരിക്കലും എൻ്റെ മരുമകളല്ല, അവൾ എൻ്റെ മോളാണ്. ഞാൻ പെറ്റ എൻ്റെ മക്കൾക്ക് വരെ അത്ര സ്നേഹമല്ല, ഷമ്മാസിനൊഴികെ. ബാക്കി എല്ലാവരും കണക്കന്നെ. എൻ്റെ പെണ്ണായ എൻ്റെ സാജി പോലും, അവൾ എൻ്റെ പെൺകുട്ടിയാണല്ലോ, അവൾക്ക് പോലും എന്നോട് അത്രയൊന്നും ദയയില്ല. അല്ല, എൻ്റെ നുസിമോള്, എൻ്റെ നുസൈബ ഇന്ന് എന്തായാലും വിളിക്കണം. ഉമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? പെട്ടെന്നൊരു ആലോചനയാണല്ലേ മോനെ? ഒന്നുമില്ലടാ. എന്തോ ഉമ്മ, ഉപ്പ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നത് ഓർത്താണോ? മോനെ, ഉപ്പയും നല്ല രീതിയിൽ എന്നെ നോക്കിയിരുന്നു. പിന്നെ നീയും. അപ്പോൾ ഉമ്മാനെ പെണ്ണുങ്ങളാരും നോക്കിയിട്ടില്ലല്ലേ ഇതുപോലെ? ഉണ്ട് മോനെ, പ്രസവത്തിലൊക്കെ പെണ്ണുങ്ങളെ നോക്കിയിരുന്നു. അതെ. ആഹാ, അങ്ങനെയല്ലേ, പൈസയൊക്കെ കൊടുത്തിട്ട്? അല്ല മോനെ, എന്നെ നോക്കിയിരുന്ന ഒരാളുണ്ട്. ആ കുട്ടീനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ഷമ്മാസ് മെല്ലെ വിഷയം മാറ്റി. അവനക്കെല്ലാം മനസ്സിലാവുമായിരുന്നു. അതെ, തൻ്റെ ഇക്കയുടെ ഭാര്യയുടെ കാര്യമാണ് അത് പറയുന്നതെന്ന്. ഉമ്മ എന്നാൽ മറക്കണ്ട കേട്ടോ. എന്നാൽ ഉമ്മ, ഞാനൊന്ന് പുറത്ത് പോയി വരട്ടെ. ഓക്കെ, നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയല്ലോ. മോനെ, ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോഴാണ് ഉമ്മ അത് ചിന്തിച്ചത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് നുസൈബാക്ക് വിളിക്കണം. എന്നും വിളിക്കുന്നത് പറ്റില്ലല്ലോ, ഇന്ന് സൺഡേ അല്ലേ. എന്തൊക്കെ തന്നെയായാലും വിളിക്കാം. എല്ലാവരും ഒന്നൊഴിയട്ടെ. അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിരുന്നു കൊണ്ട് അത് ഒരു പക്ഷേ ഞാൻ ഫോൺ ചെയ്യുന്നതും എല്ലാം എല്ലാവരും ചെവി ഓർക്കുന്നുണ്ടാവും. പിന്നെ അത് മതി പ്രശ്നത്തിന്. ഫൈസലിൻ്റെ ചെവിയിലെങ്ങാനും എത്തിയാൽ പിന്നെ അവൻ വെച്ചേക്കില്ല. മോനെ, ഉമ്മ ഇപ്പോൾ കാലിന് വേദന കുറവുണ്ടോ? മോനെ, നല്ല ആശ്വാസമുണ്ട്. എന്നാലേ എന്ന് കുറച്ച് സമയം ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാലേ വലിയ ആശ്വാസമായിരിക്കും അത്. മോനെ, അതിനൊക്കെ ഇപ്പോൾ ഒഴിവുണ്ടാവുമടാ. ഒഴിവുണ്ടാക്കണം. അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ? അത് നിർബന്ധമല്ലേ? അള്ളാഹു തരുന്ന ആരോഗ്യം അത് നമ്മൾ വെറുതെ കേടുവരുത്താൻ പാടില്ല. കാരണം എന്തൊക്കെ തന്നെയായാലും നമ്മൾ അതിന് സംരക്ഷണം കൊടുക്കണം. അള്ളാഹു നൽകിയതല്ലേ, അത് സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ റെസ്റ്റില്ലാതെ പണിയെടുത്ത് അത് കേടുവരുത്താൻ പാടില്ല. അന്ന് ഷമ്മാസ് പുറത്തേക്ക് പോയി. ഉമ്മ നുസൈബാക്ക് വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഒന്നാമത് നുസൈബാക്ക് വിളിക്കാതിരിക്കാൻ കാരണം അതുതന്നെ, സൺഡേ അവൾ ഉണ്ടാവുകയുള്ളൂ. അന്നാണെങ്കിൽ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാകും. ഒന്ന് സ്വസ്ഥമായി ഒന്ന് വിളിക്കാൻ അത് പറ്റില്ല. സത്യം പറഞ്ഞാൽ നുസൈബയെ കാണാൻ വല്ലാതെ കൊതിയുണ്ട്. എങ്ങനെ പോകും? ഇവിടെ നിന്ന് എങ്ങനെ പോയി എന്നറിഞ്ഞാൽ പിന്നെ നിൽക്കേണ്ടി വരുമല്ലോ ഇവിടെ. പഠിച്ചോനെ, എനിക്ക് എൻ്റെ നുസൈബ മോളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. എങ്ങനെ ഇപ്പോൾ ഒന്ന് കാണുക? ഒന്ന് വിളിക്കെങ്കിലും ചെയ്യട്ടെ. എല്ലാവരും അകത്താണ്. ആ സമയത്ത് ഉമ്മ അടുക്കളയിലേക്ക് ഇറങ്ങി ഫോൺ എടുത്ത് വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. നുസൈബ ഓടി ചെല്ലുന്നു. ഉമ്മ, ഉമ്മ, ഹലോ മോളെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം ഉമ്മ. ഉമ്മ എന്തൊക്കെയാ ഉമ്മ, സുഖമല്ലേ നിങ്ങൾക്ക്? മോളെ, അൽഹംദുലില്ലാ സുഖമാണ്. അല്ല, എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? മോളെ, ക്യാഷ്
അയച്ചിട്ട് കുറച്ചായല്ലോ ഉമ്മ, ഇനിയും ഉണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്യാഷ് അതിലുണ്ടല്ലോ മോളെ. എന്നാൽ എന്തൊക്കെ ചുറ്റുപാടുണ്ടാകും, എങ്ങനെ ഇപ്പോൾ എത്തിക്കുക? മോളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ അക്കൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ അത് റെഡിയാക്കിയിട്ടുണ്ട്. ആണോ? ഗൂഗിൾ പേ ഒക്കെ റെഡിയായോ മോളെ? ആ ഉമ്മ, അത് റെഡിയാക്കി. കാരണം ഞങ്ങൾക്ക് ഫീസ് കൊടുക്കുന്ന കാര്യത്തിലേ ക്യാഷ് അങ്ങനെ നേരിട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പയുടെ കൂടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് അതങ്ങനെ ചെയ്യണത്. അല്ലാതെ നേരിട്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേ മോളെ മാഷാ അല്ലാ. പിന്നെ എൻ്റെ കുട്ടി അത് ചെയ്തത് നല്ലൊരു കാര്യമായി. അതുകൊണ്ട് ഇനിയിപ്പോൾ സുഖമാണല്ലോ, ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണ്ടല്ലോ. മറ്റേത് തൊട്ടടുത്തുള്ള റഷീദിൻ്റെ കയ്യിലും ഷെഫീഖിൻ്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് അതൊക്കെ പ്രശ്നമാകുകയാണ്. പിന്നെ ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന ആ ഫൈസലിന് സംശയമാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക ഉമ്മ? ഇപ്പോൾ ഉണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ മോളെ, അതൊന്നും കുഴപ്പമില്ല. ഒരു വീട്ടിലാവുമ്പോൾ എന്തൊക്കെയോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊന്നും മോള് വിഷമിക്കണ്ട. മോളെ ഉമ്മാൻ്റെ ആ വാട്സപ്പൊക്കെ അക്കൗണ്ട് നമ്പർ ഒന്ന് വിടുട്ടോ. ആ ഉമ്മ, ഇനിയിപ്പം ഉമ്മ ക്യാഷൊന്നും വേണ്ടട്ടാ, ഇനി ആവശ്യമാകുമ്പോൾ ഞാൻ പറയണ്ട്. ആയിക്കോട്ടെ മോളെ, അതിനിപ്പോൾ എന്താ. എൻ്റെ മോള് നന്നായി പഠിക്കുന്നില്ലേ? എക്സാം ആയി തുടങ്ങിയില്ലേ? ഡേറ്റ് പിന്നെയും മാറില്ലേ? അതേ ഉമ്മ, അന്ന് എനിക്ക് ആ ടെൻഷനുള്ള സമയത്തായിരുന്നു. ഇനി ആകെ കുറച്ച് ദിവസം എക്സാമിനെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അതിൽ വിജയിക്കൂല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോൾ മോൾ ക്ലാസ്സിന് പോകുന്നില്ലേ? ഉണ്ടുമ്മ, ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. ആ പിന്നെ മോൾക്ക് സുഖമല്ലേ? വീട്ടുകാർക്കൊക്കെ? ഉമ്മ അൽഹംദുലില്ലാ സുഖമാണ്. ഉപ്പയോ? ഉപ്പ ജോലിക്ക് പോയിട്ടുണ്ടോ? ഉമ്മ ഉപ്പ ഇപ്പോൾ ആ പഴയ മുതലാളിൻ്റെ അവിടെയല്ല. അതെന്താ? അവിടെ നിന്ന് ഉപ്പ മാറി. ഇപ്പോൾ ഉപ്പ കരിങ്കൽ പണിയാണ് ഉപ്പാക്ക്. മോളെ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? പഠിച്ചവനെ കരിങ്കല്ലൊക്കെ ഏറ്റി പോവാണോ? അല്ലെങ്കിൽ സുഖമില്ലാത്ത മനുഷ്യനാണ്. മോളെ ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ? എന്തുമ്മ? അതെ, ഉപ്പാനെ പണിക്ക് വിടണ്ട മോള്. ഏ ഉമ്മ അത് കേൾക്കൂല. അന്ന് തന്നെ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അധ്വാനിച്ച് മക്കളെ പോറ്റുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ മോളെ? അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ സുഖമില്ലാത്ത അവസ്ഥയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. പിന്നെ നിങ്ങളെല്ലാവരും നിൽക്കേണ്ടി വരും. പിന്നെ മോളുടെ ക്ലാസ് മിസ്സാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. മോള് തൽക്കാലം ഉപ്പാനോട് എന്തെങ്കിലും ഒരു കടയിലെങ്ങാനും ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യണ്ട. പിന്നെ മോളുടെ ഉപ്പാക്ക് ഇഷ്ടമല്ല ഞങ്ങൾ വെറുതെ ക്യാഷ് തരുന്നതൊന്നും, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മോൾക്കൊരു ഐഡിയ പറഞ്ഞു തരാം. ഇനി ഞാൻ മോളുടെ അക്കൗണ്ടിലേക്ക് കുറച്ചധികം പൈസ അയക്കാം. അത് മോള് എടുത്തിട്ട് ഉമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ എങ്ങനെയും കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും വരുത്തിക്കാനൊക്കെ നോക്കിയാൽ മതി. അല്ലാതെ ഉപ്പാനപ്പോൾ ഈ സമയത്തും ഇങ്ങനെ വലിയ കരിങ്കല്ലേറ്റണ പണിക്കെന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രയാസമാണ് മോളെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിലോ കാര്യങ്ങളോ നിൽക്കുക, ഒരു പൊറുതിയോട് ഒഴിവാകാൻ വേണ്ടിയിട്ട്. അല്ല മോളെ, എന്താണ് ഉപ്പ അവിടെ നിന്ന് ഒഴിഞ്ഞത്? അവിടെ ഉപ്പാക്ക് സ്ഥിരമായിട്ട് അവിടെ ആയിരുന്നല്ലേ എന്നും പണി? അതേ ഉമ്മ, എന്നും അവിടെ ആയിരുന്നു. എന്നിട്ട് എന്താ അവിടെ നിന്ന് ഒഴിഞ്ഞത്? ഉമ്മ അതൊന്നുമില്ല, അത് പിന്നെ അവിടുന്ന് ഒരു കല്യാണാലോചനയൊക്കെ വന്നിരുന്നു. ഉമ്മ അത് എനിക്ക് തന്നെ. നുസൈബ തേങ്ങിക്കരഞ്ഞു. മോളെ, എൻ്റെ പൊന്നു മോളെ, എൻ്റെ മോള്. ഉമ്മാക്ക് പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മ സങ്കടപ്പെടുകയാണ്. അതെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മരുമകളായി കയറി വന്നവൾ മറ്റൊരു വീട്ടിലേക്കോ? അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഉമ്മ ഫോൺ കട്ട് ചെയ്യാതെ വിതുമ്പിക്കരഞ്ഞു. ഉമ്മ കരയണ്ട ഉമ്മ. ഇല്ല, അതൊന്നും ഇല്ല. അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഉമ്മ, സത്യമായിട്ടും. മോളെ, എൻ്റെ പൊന്നു മോളെ. ഉമ്മാക്ക് ഒന്നും സംസാരിക്കാനേ കഴിയുന്നില്ല. അവർ ആ ഫോണും കൊണ്ട് വിതുമ്പി കരയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ, തൻ്റെ നുസൈബ മോൾ മറ്റൊരു വീട്ടിലേക്കോ? ഹേയ്, അതൊരിക്കലും ഉമ്മാക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതായിരുന്നു.